നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പലയിടത്തും ശക്തമായ രീതിയിലുള്ളൊരു മഴയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ അല്ലെങ്കിൽ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും പ്രവചിച്ചിരുന്നു. കാലാവസ്ഥാ പ്രവചനം അതുപോലെ തന്നെ തലസ്ഥാന നഗരത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് കൊട്ടിക്കലാശമാണ്. അതിനുശേഷം പല മേഖലകളിലും മഴ പെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. 6 മണിക്ക് ശേഷം പല മേഖലകളിലും ശക്തമായ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് കാലാവസ്ഥാ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിലായിരുന്നു മഴ സാധ്യത പ്രവചിച്ചത്. അത് അതുപോലെ തന്നെ അച്ചട്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നഗരവാസികൾക്ക് കൊടുംചൂടിൽ നിന്നും ശമനം ലഭിക്കാൻ, നേരിയ ആശ്വാസം നൽകാൻ ഈ മഴ കാരണമായിട്ടുണ്ട്. തിരുവനന്തപുരത്തിനൊപ്പം തന്നെ കൊച്ചി, തൃശൂർ ജില്ലകളിലും വരും മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയതോ അല്ലെങ്കിൽ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇടിമിന്നൽ അപകടകാരികളാണെന്നും കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ തന്നെ അറിയിച്ചു. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടേണ്ടതുണ്ട്. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമാവധി കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രമിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം 26 വരെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതും വളരെ ശ്രദ്ധയായി തന്നെ നോക്കണം. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ അടുത്ത ദിവസങ്ങളിലും 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളരെ ജാഗ്രത വേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട വിധത്തിലുള്ള ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് പോലും നയിച്ചേക്കാമെന്നുള്ള മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.